യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവമഹത്വത്തിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് ജോമോൾ സെബാസ്റ്റ്യൻ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2/3/2023 അതിനുശേഷം 2 തവണ പുതുക്കി. പിന്നെ ഒരു വർഷത്തേന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു. അത് കഴിഞ്ഞ് 8/2025 ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കി. ഞാൻ വരുന്നത് കടുത്തുരുത്തിയിലെ ആയാങ്കുടി എന്ന സ്ഥലത്ത് നിന്നാണ്. എൻ്റെ ഇടവക സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വാലാച്ചിറയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തൊട്ട് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ മേടിച്ചുകൊണ്ട് പോവുകയും എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വയ്ക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് തലേ ദിവസം ആ ഫോട്ടോയുടെ മുൻപിൽ പോയി പ്രാർത്ഥിച്ചു. അമ്മേ, എനിക്കൊരു ജോലി തരണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആ പ്രാർത്ഥിച്ച അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിക്കുകയും ഇറ്റലിയിലേക്ക് നേഴ്സുമാരെ എടുക്കുന്നുണ്ട്, അവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഞാനൊരു നേഴ്സാണ്, 18 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് വരുന്നതിനായിട്ട്. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പേപ്പർ വർക്കെല്ലാം കുറേ താമസങ്ങൾ വരികയും ചെയ്തു. അതിനുശേഷം 2025 എൻ്റെ പേപ്പർ വർക്കെല്ലാം ക്ലിയർ ആകുകയും എനിക്ക് 2026 ജനുവരിയിൽ വർക്ക് പെർമിറ്റ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വിസ ഇൻ്റർവ്യൂവിന് VFS കൊച്ചിയിലാണ് പോയത്. അവിടെ വെച്ച് എനിക്ക് വിസ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്നെ ക്ലിയർ ആവുമോ ഇല്ലയോ എന്നൊക്കെ ഒരു പേടി തോന്നി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തന്നെ, എൻ്റെ ഇൻ്റർവ്യൂവിന് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തായി ഒരു ചെറിയ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് ആരുടെയോ കയ്യിൽ നിന്ന് താഴെ വീണ് പോയി കിടക്കുന്നു. അതിനുശേഷം എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 15 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ വിസ കിട്ടുകയും മെയ് 2 ഞാൻ ഇറ്റലിയിലേക്ക് പോകുകയുമാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. രണ്ടാമതായി എനിക്ക് കിട്ടിയ അനുഗ്രഹം, എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. എനിക്ക് പണിയൊക്കെ ചെയ്യുമ്പോഴും ഒട്ടും അനങ്ങാൻ മേലാത്ത വേദന. പിന്നെ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ നടുവ് ഒരുറക്കം കഴിയുമ്പോൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ ഞാൻ ഒരു വിധത്തിൽ ഒന്നെങ്കിൽ ഹസ്ബൻഡ് എന്നെ ഒന്ന് ചെരിച്ച് കിടത്തും, അല്ലെങ്കിൽ നിരങ്ങി കട്ടിലിൻ്റെ അറ്റത്ത് വന്നു കഴിയുമ്പം പിള്ളേരെന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തും. അങ്ങനെ കാരിത്താസിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ MRI ചെയ്തപ്പോഴത്തേനും ഡിസ്ക് തെന്നിയതാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു എന്നും ഫിസിയോതെറാപ്പി ചെയ്യണം, അല്ലാതെ വേറൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഒരാഴ്ച മാതാവിൻ്റെ ഉടമ്പടി തൈലം നടുവിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി രാത്രിയിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടി. പക്ഷേ വേദനയ്ക്ക് യാതൊരു കുറവുമില്ല. ഞാൻ എപ്പോഴും വെയിറ്റ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നടുവ് വെട്ടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ മുട്ടിച്ചിറ ഹോസ്പിറ്റലിൽ പോവുകയും എപ്പം നടുവ് വെട്ടിയാലും പോയി ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജപമാല 2025 ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഇന്ന് വരെ എനിക്ക് നടുവിന് വേദനയോ യാതൊരു ബുദ്ധിമുട്ടോ നടുവ് വെട്ടുവോ ഉണ്ടായിട്ടില്ല. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് എല്ലാ മാസവും ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി പൊതിച്ചോറുകൾ കൊടുക്കാറുണ്ട്. ആരെൻ്റെ അടുത്ത് വന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സഹായം ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസം 1 വന്ന് പത്രം മേടിക്കുകയും യൂട്യൂബിലൂടെ ധ്യാനം കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും സാക്ഷ്യം ഷെയർ ചെയ്യുകയും ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 1 തിരുവൃത്താന്തം 4:10. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ജോമോൾ സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരി തനിക്ക് വിദേശത്തൊരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹമായി സമർപ്പിച്ചപ്പോൾ അത് അത്ഭുതകരമായി അമ്മ മാതാവ് സമയചുരുക്കത്തിൽ അനുവദിച്ചു നൽകുകയും ഈ വരുന്ന ദിവസങ്ങളിൽ ഇറ്റലിയിൽ പോകുവാനുള്ള സാധ്യത, ജോലിക്ക് വേണ്ടി പോകുവാനുള്ള സാധ്യത അമ്മ മാതാവ് തുറന്നു കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്.
വർഷങ്ങളായി തനിക്കുണ്ടായിരുന്ന നടുവുവേദന ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും അഖണ്ഡ ജപമാല പ്രാർത്ഥനാ റാലിയിൽ അത് നിയോഗം വെച്ച് സവിശേഷമായി പങ്കുചേരുകയും ചെയ്തതിലൂടെ പൂർണ്ണമായി മാറിക്കിട്ടിയതിനെയും ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഉടമ്പടി എപ്പോഴും നമ്മൾ എങ്ങനെ ഉടമ്പടിയെ സ്നേഹിക്കുന്നുവോ ഉടമ്പടിയുടെ സ്നേഹം നമുക്ക് എപ്പോഴും അനുഗ്രഹമായി ലഭിക്കുന്നുണ്ട്. നമ്മൾ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ ഏതൊരു വിഷയത്തെയും ദൈവകരങ്ങളിലേക്ക് എളിമയിലും സ്നേഹത്തിലും സമർപ്പിച്ച് നമ്മുടെ കുറവുകൾ പരിഹരിക്കും വിധം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടിയിൽ ഒരു നിയോഗം സമർപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം അമ്മ മാതാവിനെ നാം അംഗീകരിക്കുന്നു, ഈശോയെ നാം ആരാധിക്കുന്നു, നാം വിശ്വാസപൂർവം ഈ ലോകത്തിൻ്റെ രീതികളും ശക്തികൾക്കും അപ്പുറം ദൈവശക്തിയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു എന്ന് നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന പ്രക്രിയയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ദൈവശക്തിയിൽ ആശ്രയിക്കുവാൻ വിളിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏതൊരു രീതികൾക്കപ്പുറവും ദൈവത്തിൽ ഇടപെടുവാനും ജീവിതത്തെ ബലപ്പെടുത്തുവാനും നമ്മുടെ ഏതൊരു ആവശ്യത്തിനുമേലും ദൈവികമായ തീരുമാനം നേടിത്തരുവാനും സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 18 വർഷം യാതൊരു ജോലിയും നഴ്സിംഗ് സംബന്ധമായി ചെയ്യാതിരുന്ന മകൾക്കാണ് അമ്മ മാതാവ് ഉടമ്പടിയെടുത്ത് ചുരുക്ക നാളുകൾക്കുള്ളിൽ വിദേശത്ത് തന്നെ സ്വസ്ഥതയുള്ള മികച്ചൊരു ജോലിയിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒന്നും അസാധ്യമല്ല. നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിതത്തെ ഒന്ന് ട്രാക്കിൽ കൊണ്ടുവന്നാൽ ഈശോയും അമ്മ മാതാവും നമ്മുടെ ജീവിതം എങ്ങനെ കൂടുതൽ അനുഗ്രഹീതമാകണമോ ബലം പ്രാപിക്കണമോ ആ രീതിയിൽ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.